ഞാൻ നിങ്ങൾക്ക് വേണ്ടിക്കാണ് പറഞ്ഞ് കൈജടിച്ചാൽ പോരാ, നയിച്ചണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ ഒന്ന് കണ്ട ആവേശം കൂട്ടിയാൽ പോരാ. വീട്ടിൽ പോയിട്ട് വോട്ടർമാരെ ഇറക്കി പോളിംഗ് ബൂത്തിലെത്തിച്ച് 13-ാം തീയതി എത്തിക്കണം. അതുകൊണ്ട് എല്ലാവരും സജീവമാണ്. നമ്മളെ കൂടെ എപ്പോഴും നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി കൂടെ ഉണ്ടാവും. കൂടുതലൊന്നാം ഞാൻ പറയുന്നില്ല. ഇവിടെ എത്തിയിട്ടുള്ള AICCയുടെ സംഘടനാകാര്യ സമിതിയുടെ ജനറൽ സെക്രട്ടറിയും നമുക്കൊക്കെ പ്രിയങ്കരനുമായ പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭ MP മെമ്പർ ഓഫ് രാജ്യസഭ MP അഡ്വക്കേറ്റ് ഹാരിസ് മീരാൻ MPയെയും അതുപോലെ തന്നെ AICCയുടെ നിരീക്ഷക ദീപാദാസ് മുൻഷി അവരുടെയും KPCC ഭാരവാഹികളെയും വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ എൻ്റെ പ്രിയ സുഹൃത്ത് AP അനിൽകുമാർ MLA അവരുടെയും അതുപോലെ തന്നെ എനിക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈഡൻ, എൻ്റെ വന്ദനായ പിതാവിൻ്റെയും ലീഡറുടെയൊക്കെ അടുത്ത ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ യുവ MP IB ഈഡൻ MPയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇവിടെയുള്ള എല്ലാവരെയും സ്റ്റേജിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനർ മറ്റെല്ലാവരും ഉണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കൊക്കെ ആവേശമായ തൻ്റെ കന്നി അംഗത്തിനിറങ്ങുന്ന പ്രിയങ്ക ഗാന്ധിക്ക് റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കാൻ നിങ്ങളെല്ലാം പരിശ്രമിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്. My dearest sisters and brothers, all my UDF colleagues present on the stage, I welcome you to this meeting, and I firstly want to say thank you very much for waiting for me all this time and for being here to listen to me. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകരെ, നിങ്ങളോട് എല്ലാവരോടും ഇത്രയും നേരം എന്നെ കാത്തിരുന്നതിലും ഈ യോഗത്തിൽ വന്നതിലും നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. Everywhere I have gone in Wayanad, all I have got is love and affection. ഞാൻ വയനാട്ടിൽ എവിടെ പോകുമ്പോഴും എനിക്ക് കിട്ടുന്നത് സ്നേഹവും ഇഷ്ടവും മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. You have really welcomed me into your home like one of your own, like your family, and I am very grateful to you for this. നിങ്ങൾ വയനാട്ടുകാരായ നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുടുംബാംഗത്തെ പോലെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതിന് ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയും കടപ്പാടുമുള്ള ആളാണ്. I know that this is because of the relationship that you share with my brother Rahul Gandhi ji. എനിക്കറിയാം നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം സ്വാഗതം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധിജിയോട് നിങ്ങൾക്കുള്ള പ്രത്യേക ബന്ധത്തിന്റെ ഫലമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. It is you who stood by him at his most difficult time. എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നത് വയനാട്ടിലെ ജനങ്ങളായ നിങ്ങളാണ്. A massive campaign was launched against him, and for the last 10 years the BJP put all sorts of resources in trying to create a picture of him which was incorrect. രാഹുൽ ഗാന്ധിയെ പറ്റി തെറ്റായ ഒരു ചിത്രം, തെറ്റായ ഒരു പ്രതിച്ഛായ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 വർഷങ്ങളായി BJP ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പ്രചരണം അദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. No matter what they said, no matter what they did to him, they removed his membership from parliament, they took away his home, and they abused him in public day in and day out, but he did not back down. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ യോഗ്യത എടുത്തു കളഞ്ഞു, അദ്ദേഹത്തെ അയോഗ്യനാക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി, അദ്ദേഹത്തിനെതിരെ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, അദ്ദേഹത്തെ അവഹേളിച്ചു, അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷെ ഇതൊക്കെ നടന്നിട്ടും അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോയില്ല. He fought for the truth like a true warrior. ശരിക്കും ഒരു യഥാർത്ഥ യോദ്ധാവിനെ പോലെ അദ്ദേഹം സത്യത്തിന് വേണ്ടി പൊരുതി. Sometimes as his sister I used to think, where does he get this strength from? അദ്ദേഹത്തിന്റെ സഹോദരി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ പൊരുതാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. How is he going to walk thousands of kilometers from one side of India to the other side in the name of unity and peace? ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. Sometimes I used to fear for his safety. അദ്ദേഹത്തിന്റെ സുരക്ഷയെ പറ്റി എനിക്ക് ചില സമയത്ത് ഭയമുണ്ടായിരുന്നു. And I am deeply proud
of my brother for the way that he has fought for you and he has fought for the truth. എനിക്ക് ഈ രാജ്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി എന്റെ സഹോദരൻ എങ്ങനെയാണ് പൊരുതിയതെന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്, ആഴത്തിലുള്ള അഭിമാനമുണ്ട്. But I want to tell each one of you that I am also deeply, deeply proud of you. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ആഴത്തിൽ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. Because it is from you that he got his strength to fight. കാരണം നിങ്ങളിൽ നിന്നാണ്, നിങ്ങൾ ഓരോരുത്തരിൽ നിന്നാണ് പോരാടാനുള്ള ശക്തി, ധൈര്യം എന്റെ സഹോദരന് കിട്ടിയത്. It is from you that he gets his courage day in and day out, every single day of his fight. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിലെ ഓരോ ദിവസവും, രാത്രിയും പകലും, ഓരോ നിമിഷവും പോരാടാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നുമാണ്. You gave him your support when the whole world had turned its back on him. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളുടെ പിന്തുണ നൽകി. He is deeply grateful to you, and my whole family is grateful to you for the way in which you supported him and the strength that you gave him. എന്റെ സഹോദരന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക്, നിങ്ങൾ അദ്ദേഹത്തിന് എത്രമാത്രം കരുത്ത് നൽകി എന്നതിൽ അദ്ദേഹം നിങ്ങളോട് ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ കുടുംബം മുഴുവൻ വയനാട്ടുകാരോട് അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു. But you know that this is not his battle alone. കാരണം പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാം, ഈ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് അദ്ദേഹം തനിയെ നടത്തേണ്ട ഒരു പോരാട്ടമല്ല. It is our battle, all of us standing here on this stage, and it is your battle, all of you standing here listening. ഇത് നമ്മളുടെയും കൂടെ യുദ്ധമാണ്. ഈ വേദിയിൽ നിൽക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും പോരാട്ടമാണ്. അതുമാത്രമല്ല, ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Because our country was not founded on this kind of politics that we see today. കാരണം ഇന്ന് നമ്മൾ ഈ രാജ്യത്ത് കാണുന്ന ഒരു തരം രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ രാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. Ours was the only country in the world that gained freedom from a non-violent movement without shedding any blood. നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഈ ലോകത്ത് അഹിംസാത്മകമായ മാർഗത്തിലൂടെ, അഹിംസയിലൂടെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ലോകത്തിലെ ഒരേ ഒരു രാജ്യം. I don't think there is any other country in the world in which there are so many religions, so many languages, so many different cultures, and everybody lived in harmony and moved in harmony. ഇത്രമാത്രം മതങ്ങളുള്ള, ഇത്രമാത്രം ഭാഷകളുള്ള, ഇത്രമാത്രം വിവിധ സംസ്കാരങ്ങളുള്ള മറ്റൊരു രാജ്യം ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഇത്ര വൈവിധ്യമുള്ള മതങ്ങളും സംസ്കാരങ്ങളും എല്ലാം ഒരുമിച്ച് ഐക്യത്തോടുകൂടി, പൊരുത്തത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു രാജ്യം മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Our constitution was built, it emanated from a politics which placed the public in the highest respect. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന അനുകരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ഏറ്റവും ഉയർന്ന തലത്തിൽ വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ ഭരണഘടന അനുകരിക്കുന്നതും പിന്തുടരുന്നതും. That is what democracy means. ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്, ജനങ്ങളെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുക. It means that everyone standing on this stage should be aware that you are the ones who put us on this stage. ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, ഈ വേദിയിൽ ഞങ്ങളെ നിർത്തുന്നത് ഇവിടെ നിൽക്കുന്ന ജനങ്ങളാണെന്ന് മനസ്സിലാക്കുന്നതാണ് ജനാധിപത്യം. It means that each and every one of you are more important than we are. അതിന്റെ അർത്ഥം, ജനാധിപത്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്ന ഞങ്ങളെക്കാൾ പ്രധാനപ്പെട്ടവരാണ്, നിങ്ങൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുന്നതാണ് ജനാധിപത്യം. It means that we are here to serve you. അതിന്റെ ജനാധിപത്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും സേവിക്കാനാണ് എന്നതാണ് ജനാധിപത്യത്തിന്റെ അർത്ഥം. Yet today in our country the ruling BJP party is playing a completely different kind of politics. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ്. They have forgotten the essence of our nation. ഈ രാജ്യത്തിന്റെ സത്ത എന്താണ്, കാതൽ എന്താണ് എന്ന് BJP മറന്നുപോയിരിക്കുന്നു. They are working to destroy democracy. അവർ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. To spread anger and spread hatred and spread divisiveness. ജനങ്ങളുടെ ഇടയിൽ ദേഷ്യവും വിദ്വേഷവും വിഭാഗീയതയും വളർത്തുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Their policies are designed to help 5 or 6 big business houses. ഈ
ഈ രാജ്യത്തിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് 5 6 വലിയ വ്യവസായികളെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും വേണ്ടി രൂപപ്പെടുത്തുന്നതാണ്. While the needs and pressing issues of the common people are ignored and set aside. അതേസമയം ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുള്ള വളരെയധികം ആവശ്യമായ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. Their sole objective is to remain in power no matter what the means are. ഇവിടെ എന്തൊക്കെ ഏത് രീതിയിലും എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിലനിൽക്കുക എന്നത് മാത്രമാണ് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെയും ബിജെപിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. And over the last 10 years we have seen this politics play out again and again and again and again. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് ഇതേ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം വീണ്ടും വീണ്ടും നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. You have seen it here in Wayanad just recently. 2-3 months ago when there was the tragedy and there was a massive landslide which caused immense devastation, which caused pain and suffering, where families were lost, livelihoods were lost, houses were washed away. നിങ്ങൾ ഇതേ രാഷ്ട്രീയം ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ കണ്ടു. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. ജനങ്ങൾക്ക് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത അതീവ നാശമുണ്ടായി. പലരുടെയും ജീവനോപാധികൾ നഷ്ടപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. അവിടെ നിങ്ങൾ രാഷ്ട്രീയം കാണുകയുണ്ടായി, രാഷ്ട്രീയം കളിക്കുന്നത് കാണുകയുണ്ടായി. You saw the ugliest face of this kind of politics. ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വികൃതമായ ഒരു മുഖം നിങ്ങൾ അവിടെ കാണുകയുണ്ടായി. Where the compensation that is due to the victims of the disaster still has not come from the center. ഇവിടുത്തെ ദുരന്തത്തെ, ഈ വലിയ പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള സാമ്പത്തിക സഹായം ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇവിടെ എത്തിയിട്ടില്ല. We saw the same thing in Himachal Pradesh. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഹിമാചൽ പ്രദേശിലും കണ്ടത്. Due to petty politics, a massive disaster happened, but it was not declared a national disaster. വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ ഒരു വലിയ ദുരന്തം നടന്നു, പക്ഷേ അതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല. And compensation was not sent. അവിടെയും നഷ്ടപരിഹാരം നൽകിയില്ല. So the result of this kind of politics, which works only to keep those who are in power for longer, is that the public is ignored. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അധികാരത്തിലിരിക്കുന്നവരെ വീണ്ടും അധികാരത്തിൽ തന്നെ തുടരാൻ അതിനുവേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ അനന്തരഫലം എന്താണെന്ന് അറിയാവോ? സാധാരണ ജനങ്ങളെ അവഗണിക്കുക എന്നതാണ് ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. And that's why it is at times like this that it is most important for your voice to be heard. അതുകൊണ്ട് ഇത്തരം കാലഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നത്. നിങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ. Over here you have so many pressing issues. എനിക്കറിയാം വയനാട്ടിൽ നിങ്ങൾക്ക് വളരെയധികം അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള പ്രശ്നങ്ങളുണ്ട്. So many young people who are well educated, who are extremely talented. I know that this is the hub of soccer here and that you have such talented young boys who are good soccer players. You need opportunities for employment, opportunities to strengthen your skills, your talents, sports facilities to encourage them to go forward. You need all the support that you can get to make a stronger future for the next generation. നിങ്ങൾ ഇവിടെ ധാരാളം കഴിവുള്ള പഠിച്ചിട്ടുള്ള ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. വളരെയധികം കഴിവുള്ളവരുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഫുട്ബോൾ വളരെയധികം ഇഷ്ടമാണ്. ഇവിടെ ആൺകുട്ടികൾ വളരെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്. അവർക്ക് കളിച്ച് മുൻപോട്ട് പോകാൻ, അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉറപ്പാക്കാൻ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളും സൗകര്യങ്ങളും ഇനി ആവശ്യമുണ്ട്. So there are big issues here in Wayanad that need resolution, which my brother has explained to me, and that we need to work together to resolve. വയനാട്ടിൽ നിങ്ങൾക്ക് പരിഹാരം ആവശ്യമുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എൻ്റെ സഹോദരൻ എന്തൊക്കെയാണെന്ന് എന്നോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. At the same time, each area has its own very specific issues as well. നിങ്ങൾക്ക് വലിയ എല്ലാവരെയും ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ ഓരോ പ്രദേശത്തും അതിൻ്റെതായ പ്രത്യേകതരം പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാം. I am slowly learning about them. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പതുക്കെ പഠിച്ചു വരികയാണ്. I would like to come to you, to your houses, to meet you, talk to you, to understand from you what is most important to you. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളുടെ ഒക്കെ വീടുകളിൽ വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to reach out to as many of you as I possibly can. എനിക്ക് കഴിയുന്നത്ര ജനങ്ങളോട് നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And if you choose me to be your MP,
it will truly be the greatest honor for me to represent you. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പാർലമെന്റിലെ ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടുകാരായ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദരവായി ഞാൻ കണക്കാക്കും. To me, all of you represent what is the most beautiful part of our country. എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. Not only do you have the good fortune of having so much natural beauty around you, but you have inner beauty as well. All throughout our history, you have fought for what is right. Your people have fought against the British at a time when others did not have courage to. നിങ്ങൾക്ക് മനോഹരമായി നിങ്ങൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഭാഗ്യം മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ആന്തരികമായ ഒരു സൗന്ദര്യം കൂടിയുണ്ട്. നിങ്ങളുടെ ചരിത്രം മുഴുവൻ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ എല്ലാവരും ഭയന്ന് നിന്നപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ജനങ്ങളാണ് നിങ്ങൾ. You have shown the whole country how to live in harmony and peace no matter what religion you belong to. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും എങ്ങനെയാണ് ഐക്യത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കേണ്ടതെന്ന് ഈ രാജ്യത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ. You stand for the essence of India. ഇന്ത്യയുടെ സത്തയ്ക്ക് വേണ്ടി, ഇന്ത്യയുടെ കാതലിന് വേണ്ടി നിൽക്കുന്ന ജനങ്ങളാണ് നിങ്ങൾ. My brother often says in Hindi that nafrat ki bazaar mein maine mohabbat ki dukaan kholi hai. എന്റെ സഹോദരൻ ഹിന്ദിയിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, വിദ്വേഷത്തിന്റെ പീടികയിൽ ഞാൻ സ്നേഹത്തിന്റെ ഒരു കട തുറക്കുന്നു എന്ന് എന്റെ സഹോദരൻ പറയാറുണ്ട്. And this is where he opened it first. This is where he began. എന്റെ സഹോദരൻ ഈ വിദ്വേഷത്തിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ പീടിക തുറന്നത് ഇവിടെയാണ്. ആദ്യമായിട്ട് അത് തുറന്നത് ഈ നാട്ടിലാണ്, വയനാട്ടിലാണ്. Each one of you represents that love that ties us together as a nation and as a people. നിങ്ങൾ ഓരോരുത്തരും നമ്മളെ ഒരു ദേശം എന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന ആ സ്നേഹത്തെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. It is that love with which you wait for me on the street. It is the same love. You have never seen me before, but you treat me like your own child, like your sister, like your daughter. What greater honor can there be for anyone? ആ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ എന്നെ ഇവിടെ കാത്തു നിൽക്കുന്നത് ഈ വഴിയരികിൽ. നിങ്ങൾ എന്നെ നേരത്തെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ ആദ്യം കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം കുട്ടീനെ പോലെ, നിങ്ങളുടെ വീട്ടിലെ ആളെ പോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണ്. അതിൽ പരം വലിയൊരു ആദരവ് എന്താണ് എനിക്ക് വേണ്ടിയത്? What greater gift can I get that then when you see me you smile and I make you feel happy? നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുകയാണ്. നിങ്ങളുടെ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്. അതിലും വലിയൊരു സമ്മാനം നിങ്ങൾ എന്താ നിങ്ങൾക്ക് തരാൻ പറ്റുക? I have the deepest respect for you. എനിക്ക് ആഴത്തിലുള്ള ബഹുമാനം നിങ്ങളോടുണ്ട്. People talk about 75,000 votes, 1 lakh votes. Each vote, each person, not vote, each person to me is a symbol of your trust in me, your love for me, my responsibility towards you, and my duty towards you. And my duty towards you, I can assure you, will always be above my duty towards anything or anyone else. ആൾക്കാർ 75,000 വോട്ടുകളെ കുറിച്ച് പറയുന്നു, 1,00,000 വോട്ടുകളെ കുറിച്ച് പറയുന്നു. പക്ഷേ എനിക്ക് വോട്ടല്ല, നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ, നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, മറ്റെല്ലാറ്റിലും ഉപരി എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വം, എനിക്ക് നിങ്ങളോടുള്ള കടമ എന്നുള്ളത് എനിക്ക് ഇനി മറ്റെല്ലാറ്റിലും മുകളിലായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. So I thank you for giving me this opportunity of becoming the UDF candidate in this election, and I hope that you will support me and I will show you that you will not be disappointed. നിങ്ങൾ എന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ അവസരത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എനിക്ക് ഉറപ്പ് ഉണ്ട് നിങ്ങളുടെ പിന്തുണ എനിക്ക് നൽകും. എനിക്ക് അതുകൂടി ഉറപ്പുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. Thank you very much for listening to me and for standing here in this heat today. I'll come back and see you again after the election. Thank you. ഈ ചൂടത്ത് നിങ്ങൾ എന്നെ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നതിലും എന്നോട് സംസാരിച്ചതിലും എന്നെ കേട്ടതിലും വളരെയധികം സന്തോഷം. ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വീണ്ടും വന്ന് കാണാം. നന്ദി. ഈ പരിപാടിയിൽ ഇവിടെ
പങ്കെടുത്ത് വളരെ വിജയകരമായി ഈ നട്ടുച്ചക്കും നടത്തിയ എല്ലാ ആളുകൾക്കും, നേതാക്കൾക്കും, നാട്ടുകാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കും. नमस्कार साथियों, आप सबको धनतेरस की बहुत बहुत शुभकामनाएं. हैप्पी धनतेरस टू ऑल ऑफ यू. थैंक यू. कुशाग्र, आपने देखा कि पिछले 2 दिन से लगातार राहुल जी के यूट्यूब चैनल पर वो एक एक करके वीडियोस रिलीज कर रहे हैं. ये वीडियोस जो सेबी की चेयरपर्सन माधवी जी के मुतालिक हमने एक्सपोजेज किए और कर रहे हैं, आज भी कुछ लेकर आए हैं, उनका एक तरह का विश्लेषण है. और वो विश्लेषण इसलिए इम्पॉर्टेंट है, इसलिए महत्वपूर्ण है कि हम लोग तो कागज पत्र इकट्ठा करके एक एक करके स्कैम बता रहे हैं, लेकिन राहुल जी ने अपने इन वीडियोस के माध्यम से, जो उनके यूट्यूब चैनल पे अभी आपको मैं दिखाऊंगा, जो आज वाला है, वो किस दिशा में जा रहा है वो तय किया. समझना जरूरी होता है कि आखिर सरकार किस मजबूरी में एक ऐसे व्यक्ति को सेबी की प्रमुख बना रही है, और क्या डर है, क्या मजबूरी है, क्या कंपल्शंस हैं सरकार के कि इतना कुछ जानकारी होने के बावजूद उनको बचा रही हैं. क्या वो सरकार को डराती हैं, ब्लैकमेल करती हैं कि मैं अकेली नहीं डूबूंगी? ये भी हो सकता है, ये सुनने में भी आ रहा है. बिकॉज इट इज नॉट पॉसिबल फॉर एनी डेमोक्रेटिकली इलेक्टेड गवर्नमेंट टू कंटिन्यू प्रोटेक्टिंग अ टेंटेड इंडिविजुअल, स्पेशली व्हेन देयर इज अ स्मोकिंग गन, especially when there is evidence out there in public domain. उसके बावजूद सरकार क्यों बचा रही है, ये सवाल राहुल जी के इन वीडियोस से आपको बहुत स्पष्ट तौर पे आपके मन में भी आता होगा. कुशाग्र, आज वाला वीडियो एकदम. So I'm wondering if there is someone from the national security establishment sitting in this little box. I looked into this a little bit. Okay. The laptop dikhao. Just get a chair, no. So here's his website, right? And we have our capabilities, unmanned systems, right, counter drone systems, small arms and accessories. So let's look at small arms. Okay. We go to small arms. Now, this thing, right, which they've called Abhay, is basically it's a Tavor. It's an Israeli rifle. How do you know that? I'll show it to you. Look. Right? That's a Tavor. Oh. Right? That's the weapon there. Okay? Right. And that's his weapon. This is a 9mm version. Here he's got a 5.56 version, and he's called it Abhay. So it's basically taken the website of the Israeli company, called it Adani Defense, put new labels on it, Prahar, Drishti and all, and then now he's become the #1 sales guy to the defense. He's only forces. manufacturing names. That's it. He just makes the nameplate. Right. So that's something that. Now I want to understand what is the connection between this lady and this. So is he assembling? No, he's literally taken the Israeli weapon, maybe assembling it, and
Adani gets the commission directly, and the BJP gets the commission. Right. So it's a bypass of that entire structure. Right. If you look at this thing called the Prahar, and so I go here and I say Israeli light machine gun. We have something called the Negev.